മക്കളെ, ഇന്ന് നമ്മൾ ഫൂൽ എന്ന കവിതയുടെ ആശയവും അതുപോലെ തന്നെ ശ്രീമാൻ ഫർഹാദിൻ്റെ ചരിത്രപർ ടിപ്പണിയുമാണ് നോക്കാൻ പോകുന്നത്. फूल डॉक्टर रामदरस मिश्र द्वारा रचित एक प्रतीकात्मक कविता है. इस कविता में कवि आधुनिक जीवन की कृत्रिमता और प्रकृति से मनुष्य के दूर जाने की समस्या को चित्रण किया है. ഡോക്ടർ രാംദരസ് മിശ്ര എഴുതിയ പ്രതീകാത്മകമായ കവിതയാണ് ഫൂൽ. ഈ കവിതയിൽ കവി ആധുനിക ജീവിതത്തിൽ ഉള്ള കൃത്രിമത്വവും അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ അകന്ന് ജീവിക്കുന്നതിനെയുമാണ് ഇവിടെ ചിത്രണം ചെയ്തിരിക്കുന്നത്. കവിനെ ബാസാർ മേം സജേ പ്ലാസ്റ്റിക് ഫൂലോं को घर ले आया. കവി അങ്ങാടിയിൽ നിന്നും പ്ലാസ്റ്റിക് പൂക്കൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഉസ്കെ വസന്ത് ഋതു കി സരൂരത്ത് നഹി ഹെ. അതിന് വസന്ത ഋതു ആവശ്യമില്ല. इससे हवाएं മധുമക്കിയാം തിത്തലിയാം ആദി അസന്തുഷ്ട ഹെ. ഇതുകൊണ്ട് ആ പ്ലാസ്റ്റിക് പൂ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ട് തന്നെ ഹവായെ കാറ്റ്, മധുമക്കി തേനീച്ച, തിത്തലി പൂമ്പാറ്റ, തിത്തലി എന്നാട്ടോ, തിത്തലിയാം പൂമ്പാറ്റ മുതലായവ അസന്തുഷ്ടരാണ്. क्योंकि हवाएं फूल से गंध, मधुमक्खियाँ रस, തിത്തലിയാം കോമൾ സ്പർശ് ആദി ചാത്തേ ഹെ. എന്തുകൊണ്ടെന്നാൽ കാറ്റ് പൂക്കളിൽ നിന്ന് ഗന്ധവും, തേനീച്ചകൾ പൂക്കളിൽ നിന്ന് തേനും, പൂമ്പാറ്റകൾ കോമളമായ സ്പർശവും ആഗ്രഹിക്കുന്നു. ये प्लास्टिक फूलों से संभव नहीं है. ഇത് പ്ലാസ്റ്റിക് പൂക്കളിൽ സംഭവ്യമല്ല. कविता में बच्चों की प्रकृति के साथ जीने की इच्छा को दिखाता है. കവിതയിൽ കുട്ടികൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടെ കവി ഇതിലൂടെ കാണിക്കുന്നു. अंत में कवि प्लास्टिक फूलों को फेंककर प्रकृति में भी खेती करना चाहता है. അവസാനം കവി പ്ലാസ്റ്റിക് പൂക്കളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പ്രകൃതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. फूल कविता हमें प्रकृति संरक्षण का महान संदेश देती है. कविता की ഭാഷ सरल है. फूल എന്ന കവിത നമുക്ക് പ്രകൃതി സംരക്ഷണത്തിൻ്റെ മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നത്. കവിതയുടെ ഭാഷ സരളമാണ്, ലളിതമായ ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ 3 പാരഗ്രാഫായിട്ടാണ് നമ്മൾ കവിതയുടെ ആശയം എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിൽ കവിയെക്കുറിച്ച് എഴുതുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നിരിക്കുന്ന വരി അതിൻ്റെ ആശയമാണ് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. മൂന്നാമത്തെ പാരഗ്രാഫ് ഉപസംഹാരാണ്. നമുക്കിതിൽ നിന്നും എന്ത് സന്ദേശമാണ് ലഭിച്ചത് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് 2 സെൻറ്റൻസ് കൂടെ എഴുതുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് फरहाद चरित्र पर टिप्पणी नोക്കാം. श्रीमान फरहाद प्रभात से लिखा हुआ घर नामक कहानी का मुख्य पात्र है श्रीमान फरहाद. നിങ്ങൾക്ക് ചരിത്ര പർ ടിപ്പണി എഴുതാൻ വരുമ്പോൾ അത് ഏത് കഥയിലുള്ള കഥാപാത്രമാണ്, ആരെഴുതിയതാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഏത് കഹാനിയിലുള്ള കഥാപാത്രമാണെന്നും ആ കഹാനി എഴുതിയത് ആരാണെന്നും നിർബന്ധമായിട്ട് നിങ്ങൾ ഫസ്റ്റിൽ തന്നെ എഴുതിയിരിക്കണം. പ്രഭാത് സേ ലിഖാ ഹുവ, പ്രഭാത് എഴുതിയ, ഗർ നാമക് കഹാനി, ഗർ എന്ന പേരായിട്ടുള്ള കഹാനിയിലെ കഥയിലെ മുഖ്യ പാത്ര ഹേ, പ്രധാന കഥാപാത്രമാണ് ശ്രീമാൻ ഫർഹാദ്. ശ്രീമാൻ ഫർഹാദ് അത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, अपने घर के प्रति फरहाद का विचार काफ़ी अलग है. സ്വന്തം വീടിനെ കുറിച്ച് ഫർഹാദിൻ്റെ ചിന്ത വളരെ വ്യത്യസ്തമാണ്. वह विश्वास करता है कि घर केवल उनका नहीं बल्कि घर में रहने वाले सूक्ष्म प्राणियों तथा जीवों का भी है. അദ്ദേഹം വിശ്വസിക്കുന്നു വീട് കേവലം അദ്ദേഹത്തിൻ്റേത് മാത്രമല്ല, ബൽക്കി ഗർമേ രഹ്നെ വാലെ, മറിച്ച് വീട്ടിൽ താമസിക്കുന്ന എല്ലാ സൂക്ഷ്മജീവികൾക്കും അവിടെ അയാളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാ സൂക്ഷ്മജീവികൾക്കും അവിടെ താമസിക്കാൻ അവകാശമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഗർമേ മുൻകെ അലാവ മനുഷ്യ ഓർ കോയി നഹി ഹെ, വീട്ടിൽ അദ്ദേഹത്തിനെ കൂടാതെ മറ്റൊരു മനുഷ്യരും ഇല്ലതാനും. നിങ്ങൾക്ക് ശ്രീമാൻ ഫർഹാദിൻ്റെ ചരിത്ര പർ ടിപ്പണി എഴുതാൻ പറയുമ്പോൾ സൂചനയായിട്ട് 2-3 സെൻറ്റൻസ് തരും. അതും കൂടെ നിങ്ങൾ നോക്കിയിട്ട് സെൻറ്റൻസ് ആക്കി ഇതിനോടുകൂടി ചേർത്ത് എഴുതുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ചരിത്രപർ ടിപ്പണി നോക്കി, കവിതയുടെ ആശയവും നോക്കി. ഫുള്ളായിട്ട് വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.